കരുതൽ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ഇന്നിന്റെ കൂടെയുള്ള ചിത്രത്തിലെ താരങ്ങളാണ് മനു ഭഗവത്, നയന. വെൽക്കം ടു ദി ഷോ. താങ്ക് യു. അപ്പൊ കരുതലാണ് പുതിയ വിശേഷം എന്ന് പറയുന്നത്. അല്ലാതെ വലിയ വിശേഷം. അതെ. അപ്പൊ നയന ഇപ്പൊ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു സിനിമയിൽ വന്നത് എങ്ങനെയായിരുന്നു? ഈ സിനിമയിൽ വരുന്നത് നിലവിൽ ഞാനൊരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നത്, രണ്ടാമത്തെ സിനിമയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഹാങ് ഓവർ മാറിയിട്ടില്ല. ആ ഒരു സമയത്താണ് ജോമി ചേട്ടായി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടി ഇന്ന രീതിയിൽ ഒരു പെങ്കൊച്ചനെ വേണം, നീ ഓക്കെ ആയിരുന്നെങ്കിൽ ഞാൻ നിൻ്റെ കാര്യമേ പറയുണ്ടായിരുന്നുള്ളൂ, നീ ഓക്കെ അല്ലല്ലോ. ഞാൻ പറഞ്ഞു, അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഓക്കെ ആണല്ലോ ചേട്ടായി. അതായത് വേറെ ആരെങ്കിലും ഉണ്ടോ, പിള്ളേരാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാണ് വിളിക്കുന്നത്. എന്നെ ഉദ്ദേശിച്ചല്ല, ഞാൻ ചെയ്യുകയല്ല എന്ന് സിനിമ ചെയ്യത്തില്ല എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരനോട്. അപ്പൊ ജോമി ഇപ്പൊ ഡയറക്ടർ ജോമി എന്ന് പറഞ്ഞ ജോമി ചേട്ടൻ എന്ന് പറയുമ്പോൾ തന്നെ എത്രത്തോളം അടുപ്പുണ്ടെന്ന് മനസ്സിലാവും. അപ്പൊ ഇങ്ങനെ ജോമി ചേട്ടനെ അല്ലെങ്കിൽ പരിചയം എങ്ങനെയാണ്? ഞങ്ങൾ കാരിത്താസ് ഹോസ്പിറ്റലിലെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ രണ്ടുപേരും നേഴ്സുമാരാണ്, ഞാൻ നേഴ്സാണ്. അപ്പോൾ അങ്ങനെ ഒരുമിച്ച് വർക്ക് ചെയ്ത ആളുകളായിരുന്നു. അങ്ങനെ അവിടെ വെച്ച് ഞങ്ങൾ കൂട്ടുകാരായി. ഇടയ്ക്ക് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുമായിരുന്നു. ഇപ്പൊ ഞാൻ പറയണേൽ മരുന്ന് തരുന്നവരാണ് ഈ പകുതി സിനിമയിലെന്ന് എനിക്ക് മനസ്സിലായി. നേരത്തെ ഇന്റർവ്യൂ എടുത്തവരെ മനസ്സിലായി, നഴ്സാണ്, ഡോക്ടേഴ്സ് എല്ലാം ഇതിലും അഭിനയിക്കുന്നുണ്ട്. ഇപ്പൊ ചേട്ടൻ മാത്രമായിരിക്കില്ല ചിലപ്പോ ഈ ഒരു ഫീൽഡിലില്ലാത്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ മനു ഭഗവത് ചേട്ടൻ, ഇപ്പൊ ഞാൻ പത്തേമാരിയാണ് ആദ്യത്തെ സിനിമ ഞാൻ നോക്കിയപ്പോ കണ്ടായിരുന്നു. അപ്പോ ഈ ഒരു സിനിമയിലേക്ക് എങ്ങനെയാ വരുന്നത്? ഇത് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ഒരു വർക്ക് കഴിഞ്ഞ് ട്രെയിനിൽ വരുമ്പോൾ കോൾ വന്നു. അപ്പോൾ ഇങ്ങനെ ജോമിയാണ്, സ്റ്റീഫൻ ചെട്ടിക്കൻ നമ്പർ തന്നിട്ട് വിളിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ സ്റ്റീഫൻ ചെട്ടിക്കനായിട്ട് ഞങ്ങളൊരു ആൽബം ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളി ഞാൻ ട്രെയിനിലാണ്, ഞാൻ തിരിച്ച് എറണാകുളം എത്തിയിട്ട് തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഞാൻ തിരിച്ച് വിളിച്ചപ്പോൾ പുള്ളി പാവം ഭയങ്കര പൊളൈറ്റായിട്ട് അങ്ങനെ വരാൻ പറ്റുമോ, ഒരു 4-5 ദിവസത്തെ വർക്കണം. ഞാൻ പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്നത് തന്നെ ആരെ എന്താ ഇങ്ങനെ എന്ത് ഏഷ ഒന്നും ചോദിച്ചില്ല, ഞാൻ വരാം, കുറച്ച് 4-5 ദിവസം ഇവിടെ തന്നെ ഫുള്ള് നിൽക്കേണ്ടി വരും. പറഞ്ഞു കുഴപ്പമില്ല വന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവരെ മുന്നിൽ വേറെ കോണ്ടാക്റ്റ് ഒന്നും ഇല്ലായിരുന്നു, ആകെ പരിചയമുള്ളത് സ്റ്റീഫൻ ചെട്ടിക്കൻ. പിന്നെ അവിടെ ചെന്നപ്പോഴാണ് ഇതിൽ ക്യാമറാമാൻ സാബു സാറ് ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഫേസ്ബുക്ക് ഫ്രണ്ടായിരുന്നു. പിന്നെ ഒരു ഫംഗ്ഷൻ വെച്ച് പരിചയപ്പെട്ട് നമ്പറൊക്കെ കൈമാറിയപ്പോൾ എന്തെങ്കിലും വേഷമുണ്ട് വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ആ സാറാണ് ജോമി സാറിൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്യുന്നതെന്ന് പിന്നെ അറിഞ്ഞു. അപ്പോൾ അത് ഭയങ്കര കംഫേർട്ടായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ലൊക്കേഷനൊക്കെ ആയിരുന്നു. ഇപ്പോൾ പറഞ്ഞ പോലെ നിരവധി കുറേ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് അല്ലേ? ശരിക്കും പറഞ്ഞു മറ്റേ കനക കാമിനി കലകത്തിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എടുത്ത് രാജേഷ് മാധവൻ്റെ കൂടെയുള്ള ക്യാരക്ടർ ശരിക്കും നോക്കുമ്പോൾ നമുക്ക് എപ്പോഴും നമുക്ക് ആളുകൾ പറയുന്നത് ശരിക്കും ആ ക്യാരക്ടർ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ ശരിക്കും ഈ സിനിമയിലെ കഥാപാത്രം എന്തായിരുന്നു? ഇത് ഒരു കോട്ടയത്ത് തന്നെയുള്ള ഒരു നാടൻ ഒരു ഗ്രാമത്തിൻ്റെ ആണല്ലോ, ഒരു ഫാമിലി ഗ്രാമമൊക്കെ ആയിട്ടുള്ള ഒരു കഥ പറയുന്നത്. അതിലെ ഒരു മെമ്പറുണ്ട്, മെമ്പറുടെ ഒരു സഹായിയായിട്ടുള്ള ഒരു നാടൻ ക്യാരക്ടറാണ്. അപ്പം പ്രത്യേകിച്ച് ഒന്നും പ്രിപ്പയർ ചെയ്തെന്ന് വെച്ചാൽ ചെന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ക്യാരക്ടറാന്നൊക്കെ നമ്മൾ അവിടെ ചെന്നിട്ടാണ് അറിയുന്നത്. പിന്നെ വേഗം സെറ്റായി. പിന്നെ ഈ സിനിമയിൽ ചെയ്യുമ്പോൾ നമ്മൾ ഏത് കഥാപാത്രം നമ്മളത് എടുത്ത് ചെയ്യുക, നാച്ചുറൽ ആയിട്ട് ചെയ്യുക എന്നുള്ളതാണല്ലോ ശരിക്കും പറഞ്ഞാൽ. അല്ല, ഞാനല്ലെങ്കിലും ആര് വിളിക്കുമ്പോഴും ക്യാരക്ടർ എന്താണ്, ആരെ ഡയറക്ടർ ഒന്നും ചോദിക്കാറില്ല. ശരി വന്ന് ചെയ്തോളാം, അങ്ങനെ ഒരു ഇത്രയും നാൾ ചെയ്തത്. അപ്പം ഇതും അതുപോലെ തന്നെ എന്തായതെന്ന് അറിയില്ല, അവിടെ പോയി അവിടെ ചെന്ന് കഴിയുമ്പോൾ എങ്ങനെയൊക്കെ പറയുമ്പോൾ ഓക്കെ ആയി. ഇതിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും സിനിമ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ ഇത്രയും സിനിമയിൽ ചെറിയ റോളുകൾ ആയാൽ പോലും അതിന്റെ ഭാഗമാവാൻ കഴിയാന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയല്ലേ? അല്ല, സിനിമയിൽ വിളിക്കുമ്പോഴും ചെറുതാണോ വലുതാണോ എന്ന് ചോദിക്കാറില്ല. എന്ന് വെച്ചാൽ ചെറിയ സിനിമ ഇപ്പൊ കനകം കാമിനി തന്നെ എൻ്റെ അടുത്ത് ഒരു ചെറിയ സീനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞ് കോസ്റ്റ്യൂമും മേക്ക് ഓവറൊക്കെ കഴിഞ്ഞിട്ടാണ് പെട്ടെന്ന് അറിയുന്നത്. പിന്നെ അതിനുശേഷമാണ് രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ നോക്കി അസോസിയേറ്റ് സുധീഷ് ചേട്ടനായിരുന്നു കൊണ്ടുപോയത്. അപ്പം പുള്ളി കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞാൽ ഓക്കെ ആണെന്ന് പറഞ്ഞു. അത് അവരെ സെറ്റിന് ഭയങ്കര സ്ട്രിക്റ്റും കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആയിട്ട് നോക്കിയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് സുധീഷ് പറയുന്നത് 1 മാസം ഇവിടെ നിൽക്കേണ്ടി വരും, ഫുൾ ത്രൂ ഔട്ട് ഉണ്ട് നീന്ന്. നമ്മൾ തന്നെ ഞെട്ടിപ്പോയി. നമ്മൾ കുഞ്ഞു വേഷം ചെയ്ത സമയത്ത് ഇങ്ങനെ ഒരു സാധനം കിട്ടും, അത് ബാധാണ്. നമ്മൾ ഒരിക്കലും സിനിമ ചെയ്യുന്ന ഒരാൾ, ഞാൻ പറയുന്നത് മിക്കവരോടും നമ്മൾ ചിലർ വേഷം നോക്കിയിട്ട് അഭിനയിക്കുമ്പോൾ അത് ചെയ്യരുത്. നമ്മളൊരു വേഷത്തിന് വിളിക്കുമ്പോൾ നമ്മൾ വരാം എന്ന് പറഞ്ഞു, ഇത് കുഞ്ഞു വേഷം ചെയ്യില്ല, നമ്മൾ അവിടെ ചെന്നിട്ട് കഥ മാറും. ഇതിലും എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ചെറുതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ 1-2 ദിവസത്തേക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ചെന്നതിന് ശേഷം എനിക്കത് സീൻ മാറിയിട്ടുണ്ട്, കുറേ സീൻ കൂട്ടി എഴുതിയിട്ടുണ്ട്. അത് സിനിമ കാണുമ്പോൾ ശരിക്കും നമ്മുടെ പെർഫോമൻസ് അനുസരിച്ചിട്ടാണല്ലോ ചിലപ്പോൾ നമുക്കിത് ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോൾ അവരത് ചെയ്യും. ഇതുപോലെ തന്നെ നയനയുടെ ഈ സിനിമയിലെ ക്യാരക്ടർ എന്താണ്? എൻ്റെ ക്യാരക്ടർ മീനാക്ഷി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന റോബിൻ ചേട്ടൻ്റെ
പേരായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. മീനാക്ഷിയുടെ ക്യാരക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ ആള് ആക്ച്വലി റോബിൻ ചേട്ടൻ്റെ ക്യാരക്ടർ ചന്തു എന്നാണ് കേട്ടോ. ചന്തുവിനെ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും നമ്മുടെ പറ്റിക്കുന്ന ഒരു കഥാപാത്രമാണ്. അതെ, കാര്യസാധ്യത്തിന് വേണ്ടി കൊണ്ടു നടക്കുന്ന ഒരു പെൺകുട്ടിയായിട്ടാണ്. എന്തായാലും നല്ലൊരു ക്യാരക്ടറായിട്ട്, നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അത് ക്യാരക്ടർ തന്നെയല്ലേ. അതെ അതെ, അങ്ങനെ ശരിയാ. വിശ്വസിക്കുന്ന ഇപ്പൊ ഒരാളാണ് ഈ- ഞാൻ. അതെ, ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഏത് ക്യാരക്ടറാണെങ്കിലും നമ്മളത് ചെയ്യുക. ഒരു സിനിമയിലൊരു പലർക്കും സിനിമയിൽ എത്താൻ പറ്റാത്ത പല ആളുകളുണ്ട്, കഴിവുകൾ ഉണ്ടായിട്ട് പോലും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ചെറിയ റോളായാലും ഒരു സിനിമയിൽ തല കാണിക്കാൻ പറ്റാത്ത ഒരു വലിയ ഞാനേ കാര്യം തന്നെയാ. ആദ്യം എന്നോട് ജോമിച്ചേട്ടൻ ഈ കഥേനെ കുറിച്ച് പറയുമ്പോഴത്തേനും തന്നെ മീനാക്ഷി എന്ന് പറയുമ്പോൾ എന്നോട് പറഞ്ഞു കാമുകി എന്നേ പറയുന്നുള്ളൂ, ഇതിവിടെ തേക്കൂന്ന് എന്നോട് പറയത്തില്ല. അവിടെ പറ്റിച്ചേ. ഞാൻ വിചാരിച്ചു ഏതെങ്കിലും കാമുകിയായിരിക്കും, പക്ഷെ ഇത്ര തേക്കുകൾ തേക്കൂന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും വിചാരിച്ചില്ല. പിന്നെ അതുപോലെ പല കാര്യങ്ങളും പിന്നീട് വന്നതിന് ശേഷമാണ് ആഡ് ചെയ്യുന്നത്. പക്ഷേ എല്ലാം ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു. പിന്നെ അവരെല്ലാം കൂടെ ചേച്ചി ഇവരെല്ലാം കൂടെ വന്നപ്പോഴത്തേനും കുറച്ചും കൂടെ കളറായി. പിന്നെ മനുചേട്ടനെ ആദ്യം കണ്ടപ്പോഴേ, അപ്പം ചേട്ടൻ ഇതിനകത്ത് ഉണ്ടെന്ന് എനിക്ക് അറിയായിരുന്നു. അപ്പം ചേട്ടൻ വിചാരിച്ച് ഷൂട്ടിങ് കാണാൻ വന്നാന്ന് വിചാരിച്ചു. എന്നോട് ചോദിക്കുക അവിടെ ഇരുന്നിട്ട്, ആർട്ടിസ്റ്റ് ആയിരുന്നു, ഞാനത് ഷൂട്ടിങ് കാണാൻ വന്നതാണ്. അത് ഞങ്ങൾ ആദ്യം കാണുന്നത് ഒരു റെസ്റ്റോറൻറ്റ് ഏറ്റുമാനൂരുള്ള ഒരു അവിടെ ആയിരുന്നു. അപ്പോൾ കുറേ പേര് ഇങ്ങനെ വന്നിരിക്കുന്നു, ഫുഡ് കഴിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ ഷൂട്ട് ചെയ്ത് പോവാണ്. അല്ല, അവിടെയല്ല, നമ്മൾ ഉഴവൂര് വെച്ച് കാണുമ്പോഴാണ് ചേട്ടൻ അങ്ങനെ ചോദിച്ചത് ആർട്ടിസ്റ്റ് ആണോ. ഓക്കെ അതിന് ശേഷമാണ് മറ്റെടുത്ത് വരുന്നത്. ഇപ്പോഴും അങ്ങനെ വിചാരിച്ചില്ലായിരുന്നു. ഇങ്ങനെ പിന്നെ അത് മനസ്സിലാവുന്ന ഓഹോ, പിന്നെ ഷൂട്ടൊക്കെ എടുത്ത് വരുമ്പോഴായിരിക്കും മനസ്സിലാവും, ഓ ഇതിൽ അഭിനയിക്കുന്ന കുട്ടിയായിരുന്നില്ല എന്നുള്ളത് ശരിക്കും മനസ്സിലാകുന്നത്. കുറെ ലൊക്കേഷൻസ് ഇങ്ങനെ ഇവിടെ പെട്ടെന്ന് ഷൂട്ട് കഴിഞ്ഞ് അടുത്ത ലൊക്കേഷനിൽ മാറി പോകുന്നത്. അപ്പോൾ ഈ ജോമി സാറാണെങ്കിൽ ഇവിടുത്തെ കഴിഞ്ഞിട്ട് അവിടെ ആളെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്കറിയില്ല വന്നത് ആർട്ടിസ്റ്റ് ആണോ, അല്ലാത്ത ആൾക്കാരും ഉണ്ട്. അങ്ങനെയുള്ളൊരു അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ നയന ഇപ്പൊ എന്ന് പറഞ്ഞാൽ ലൊക്കേഷനിൽ പല വിശേഷങ്ങളും കോമഡി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പൊ തന്നെ പറഞ്ഞു ചേട്ടൻ ആദ്യം കണ്ടപ്പോൾ ആർട്ടിസ്റ്റ് അല്ലാതെ വിചാരിച്ചു നോക്കും. അതുപോലെ ഓർമ്മ വരുന്ന എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടായിരുന്നുണ്ടാവും സിനിമയിൽ? അങ്ങനെ ഓർമ്മ വരുന്നതെന്ന് പറയാനായിട്ട് കുറേ ഉണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് തന്നെ വണ്ടി അതിൻ്റെ ഇടയ്ക്ക് പഞ്ചറാകുകയും, ഇങ്ങനെ സ്ഥിരം ലേറ്റായിട്ട് വരുന്ന ആൾ ഞാനായിരുന്നു. എന്ത് പരിപാടി അവതരിപ്പിച്ചാലും ഈ സിനിമയുടെ കാര്യം വന്നപ്പം എപ്പോഴും ലേറ്റാണ്. ഞാൻ ജോമിച്ചേട്ടൻ എന്നെ പുറത്താക്കുമായിരിക്കുന്നു. എന്നിട്ട് വിളിയാ, എവിടെയാടി, എന്ത് സമയമാണ് നിന്നോട് പറഞ്ഞേ, ഈ ചോദ്യ. പക്ഷെ അത് ക്ഷമിച്ചു ചേട്ടൻ കേട്ടോ. പിന്നെ അതല്ല, ഇപ്പൊ ഡയറക്ടർ അല്ലാതെ തന്നെ നിങ്ങൾക്ക് പേഴ്സണലി പരിചയമുള്ളതുകൊണ്ട് തന്നെ ആ ഒരു സാധനം കാണിക്കും ചെയ്യും. എന്താ എന്നാലും ക്ഷമിക്കുന്നതിന്റെ ഒരു പരിധി ഉണ്ടല്ലോ. പക്ഷെ ഞാൻ കണ്ടിടത്തോളം ഭയങ്കര ഡയറക്ടർ അതിൻ്റെ ഇടയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അവസാനം അഭിനയിക്കാൻ പോയ നമ്മളും ഡയറക്ടർ ഈ സ്ക്രിപ്റ്റും കൈപിടിച്ചുകൊണ്ട് അതിൻ്റെ ഇടയിൽ ഫുഡിന്റെ കാര്യത്തിനും ഭയങ്കര ടെൻഷൻ അടിക്കുന്നത്. പിന്നെ നമ്മള് അതിലൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പോയി. ഇതിന്റെ ഇടക്ക് നമ്മൾ അഭിനയിക്കാൻ വന്നതല്ല, ഇടക്ക് കറക്റ്റ് ഫുഡ് വിളമ്പുന്നു, അങ്ങനെയൊക്കെ കുറെ ഉണ്ടായിട്ടുണ്ട്. ഈ സെറ്റിൽ മാത്രമേ ഞാൻ എല്ലാവരോടും, പിന്നെ മേക്കപ്പ് മാൻ്റെ അസിസ്റ്റന്റ് പോലെ അയാളൊരു പ്രായമുള്ള ഒരു മനുഷ്യനായിരുന്നു, നിലമ്പൂർ രവിയേട്ടൻ എന്ന് പറഞ്ഞിട്ട്. അപ്പം ആൾക്കാർ അപ്പം പുനലൂർ രവിയേട്ടൻ. അപ്പം ഇടയ്ക്ക് പുള്ളിയുടെ പെട്ടിയെടുത്ത് പോകും, പിന്നെ ഫുഡിന് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഈ സെറ്റിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ആർക്കും ജാടയും കാര്യങ്ങളൊന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളും ഭയങ്കര എന്തു ചെയ്യാന്നുള്ളത്. ആർട്ടിസ്റ്റ് അല്ല അവിടെ. ഇപ്പൊ ചേട്ടനായാലും ഇപ്പൊ കുറെ സിനിമകൾ ചെയ്തോണ്ട് ആ ഒരു സെറ്റിന്റെ കാര്യം പല സിനിമകളിലും കാര്യങ്ങൾ അറിയുന്നുണ്ടാവും. ഇപ്പൊ പുതുമുഖങ്ങളായി വരുന്ന ആളുകൾക്ക് എങ്ങനെയായിരിക്കും സെറ്റ് കംഫർട്ടബിൾ അല്ലെങ്കിൽ അവരെങ്ങനെയാന്നുള്ളത് പറയാൻ പറ്റില്ല. അതൊരു ഫസ്റ്റ് ഡേ ഞാൻ തന്നെയാണെങ്കിലും വന്നപ്പോൾ ആകെ നെർവസ് ആയിട്ടാണ് ഞാൻ വരുന്നത്. ഇവരെ ആരെയും എനിക്കറിയത്തില്ല, ജോമി ചേട്ടനെ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഹസ്ബൻഡിനോട് പറയുന്നുണ്ട്, ചേട്ടാ എനിക്ക് ആകെ ഒരു ഇത്, നമുക്ക് പോയാലോ, എനിക്ക് സിനിമ വേണ്ട, നമുക്ക് പോവായിരുന്നു എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. എന്നാ ചേട്ടാ പഠിക്കാതെ അവിടെ നിൽക്കുമ്പോൾ. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞു ഫസ്റ്റ് ഡേയിൽ എൻ്റെ ഒരുപാട് ടേക്ക് വന്നു കേട്ടോ. കാരണം കുറേ ഡയലോഗ് ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ആകെ നെർവസ് ആയിരുന്നു. അങ്ങനെ അതിൻ്റെ ബുദ്ധിമുട്ട് വന്നു. ഇതൊക്കെ കഴിഞ്ഞ് ഞാനോർത്ത് ജോമിച്ചേട്ടായിട്ട് വീട്ടിൽ ചെന്നപ്പോഴത്തേനും വന്നു. ദൈവമേ ഇന്ന് തെറി ഉറപ്പ്. പക്ഷെ എന്നോട് ചോദിച്ചത് എന്നാന്നറിയോ, നീ ഓക്കെ അല്ലേ എന്നാണ് എന്നോട് ചോദിച്ചത്. ഞാൻ വിചാരിച്ച നോർമലി നമ്മൾ പ്രതീക്ഷിക്കുന്നത് ദൈവമേ ഇന്ന് അത്ര അവരെ ബുദ്ധിമുട്ടിച്ചതിൻ്റെ ആ വഴക്ക് മൊത്തം ഇന്ന് കേൾക്കേണ്ടി വരുമെന്ന് വിചാരിച്ചാണ് നമ്മളത് റെസ്പോണ്ട് ചെയ്യുന്നത്. പക്ഷേ നീ ഓക്കെ അല്ലേ, പുള്ളി അതെല്ലാം
അതിന്റെ ഒരു സെൻസിൽ എടുത്ത് വിട്ടു. അതെ, നമ്മൾ പേടിച്ചിട്ടുണ്ടാവും, ഈശ്വര ഇനിയിപ്പൊ ചീത്ത പറയൂ എന്നുള്ളത്. നാളെ ഇനി പോകണ്ടല്ലോ ഇതിപ്പോ എന്റെ അടുത്തും ഇതുപോലെ തന്നെയായിരുന്നു. ഞാൻ വിചാരിക്കും ഞാനൊക്കെ പുതിയ ആൾക്കാരാണ്, ഇത്രമാത്രം കെയർ ചെയ്യണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ഇടയ്ക്ക് വന്നിട്ട് ഓക്കെ കംഫർട്ട് അല്ലേ, അങ്ങനെ ആ ഒരു രീതിയിലുള്ളത്. അങ്ങനെ ഒരു സാധനം ശരിക്കും അതൊരു താരങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. ഇപ്പൊ സംവിധായകൻ എങ്ങനെയാണെന്ന് നമുക്ക് അത്രയും കംഫർട്ടബിൾ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് ആ സിനിമ മുഴുവനാക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്കായാലും അതുപോലെ. പിന്നെ ഏറ്റവും കൂടുതൽ ടേക്ക് എടുത്ത ഏതെങ്കിലും സീൻ ഓർമ്മ ഉണ്ടോ? ടേക്ക് എടുത്ത സീൻ എന്ന് പറയുന്നത് എൻ്റെയും എൻ്റെ പേരൻ്റെയും റോബിൻ ചേട്ടൻ്റെയും ഒരു ഹഗ് ഉണ്ടായിരുന്നു. അപ്പം ചേട്ടൻ ഇങ്ങനെ ആകെ പരുങ്ങല. ആദ്യം എന്നോട് പറഞ്ഞു, ചേട്ടാ കെട്ടിപ്പിടിക്കുന്നതൊക്കെ എങ്ങനെ ശരിയാകുമെന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്. അപ്പം ചേട്ടൻ പറഞ്ഞു, അതിനിപ്പോ കെട്ടിപ്പിടിക്കാലോ എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കെട്ടിപ്പിടിക്കാനായിട്ട് ഇങ്ങനെ വരിക, കുറെ വരാൻ നോക്കുന്നുണ്ട്, പക്ഷെ ഇതൊന്നും വരുന്നില്ല. അത് കഴിഞ്ഞ് 2-3 തവണ വീണ് എങ്ങനെയൊക്കെ കെട്ടിപ്പിടിക്കാൻ ഇങ്ങനെയങ്ങ് ആദ്യം ഒന്ന് തള്ളിയിട്ട് ഞാൻ പിന്നെ ഓക്കെ അടുത്തൊരു ശരിയാകുമായിരിക്കും എന്ന് വിചാരിച്ചു. ആദ്യം ഇങ്ങനെ തള്ളിയിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ആക്കുമ്പോഴത്തേനും ഞാൻ നോക്കും പുള്ളിക്കാരൻ എങ്ങനെ സമാധാനിപ്പിക്കുക, കാമുകീനെ സമാധാനിപ്പിക്കുക. ഞാൻ മനസ്സിൽ ഓർക്കുന്നുണ്ട്, ദൈവമേ ഞാൻ ഇവിടെ പൊട്ടിക്കറിഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ എന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നെ ഇവരെല്ലാം കൂടെ പറഞ്ഞു, അവളെ സമാധാനിപ്പിക്കുകയല്ല വേണ്ടേ, വീണ്ടും ഇത് ഓക്കെ 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 എന്ന് പറയുക. അത് കഴിഞ്ഞിട്ട് സാബു സാറ് വന്നിട്ട് കാണിച്ചു തന്നു, ഇവളെ ഇങ്ങനെ പിടിക്ക് അങ്ങനെ ആക്ക് വേണം, ഞാൻ കാണിച്ചു തരാം ഇങ്ങനെയാണ് കെട്ടിപ്പിടിക്കുന്നത്. അതല്ലേ പല സമയത്തും ജോമി സാറിനെ കുറച്ച് ക്ഷമിക്കാന്നുള്ളതാണ്. സാബു സാർ ഇത്തിരി എക്സ്പീരിയൻസും പൂനെ എന്നൊക്കെ ഉള്ള കുറെ ഇതുള്ളത് കൊണ്ട് ക്ഷമിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അപ്പം റോബിന് എന്റെ അഭിനയം തുടങ്ങുമ്പോ ഞങ്ങളൊക്കെ പോയി അപ്പുറത്തെ എവിടെയും പോയിട്ട് ഇതെന്തായാലും കഴിയണമെങ്കിൽ കുറെ സമയം കഴിയും. അത്രയും ടേക്കും പോകുന്നുണ്ട്. എന്തൊക്കെ എന്താ പറയാ, എന്നാലും ചേട്ടൻ അത് നല്ല രീതിയിൽ ചെയ്തു എന്നുള്ളതാണ് റോബിൻ ചേട്ടൻ. അതെ, ഞാൻ റോസ്റ്റ് ചെയ്തു, കുറച്ചേരം ചെയ്തു, പക്ഷെ നന്നായി ചെയ്തു. ലാസ്റ്റ് ഔട്ട് കുറേ ടേക്ക് ഒരുപാട് പോയിട്ടുണ്ടെങ്കിലും ഫൈനൽ ഔട്ട് ആരാണേലും ഒന്ന് പതറി പിന്നെ വേണ്ടെന്ന് വെച്ചങ്ങ് പോകത്തേ ഉള്ളൂ. പല സൂപ്പർ സ്റ്റാർ ആരായാലും എത്രത്തോളം ടേക്ക് എടുത്തിട്ടൊക്കെ ആയിരിക്കും ഇവരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ടാവുക. അപ്പൊ പിന്നെ നമ്മളോട് പറയുന്നില്ല. ഇടയ്ക്ക് ഒരു പ്രാവശ്യം എന്റെ അടുത്ത് വെച്ചു, നിനക്കൊന്നും അങ്ങനെ ടേക്കൊന്നും പോകുന്നില്ലല്ലോ, എനിക്കെന്ത് ഇങ്ങനെ അതെന്തായിരിക്കും കാരണം? അപ്പൊ എത്ര നേരം ആ ടേക്ക് നോക്കിയിരുന്നിട്ടുണ്ടായിരിക്കും? അങ്ങനെ എക്സ്പീരിയൻസ് വല്ലതും ഉണ്ടോ? പ്രശാന്ത് ചേട്ടനൊക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ ചിരിക്കും അവിടെ ഇരുന്നിട്ട്. ഈ ആള് ഷൂട്ട് തുടങ്ങി കഴിയുമ്പോ റോബിന് മറ്റേ വേറെ RJ സൂരജ് ഉണ്ടായിരുന്നു. സൂരജും പ്രശാന്ത് ചേട്ടന് ഞങ്ങളെല്ലാം കൂട്ടായിരുന്നു. അപ്പൊ റോബിന് ഇടയ്ക്ക് പറഞ്ഞു കൊടുക്കും, ഇങ്ങനെ ഇങ്ങനെ ഭാവം വരട്ടെ, രസം വരട്ടെ. പക്ഷെ ആള് വമ്പൻ ക്ഷമയാട്ടോ, നല്ല ക്ഷമയുള്ള ഒരു മനുഷ്യയാണത്. എനിക്ക് ആ 2ാമത്തെ ദിവസമായപ്പോഴത്തേനും മനസ്സിലായി. കാരണം അല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു, അത്ര ക്ഷമ നോർമലി ആണുങ്ങൾക്ക് ഉണ്ടാവുന്നതല്ല. ഞാൻ കണ്ടിട്ടില്ല അത്ര ക്ഷമ. പറഞ്ഞ ഇത് കരുതൽ മൂടെ ഇന്റർവ്യൂ ആണോ അതോ റോബിൻ ചേട്ടനെ പറ്റിയുള്ള റോസ്റ്റിംഗ് ആണോ? റോബിൻ ചേട്ടാ ക്ഷമിക്കണം. കരുതൽ ചെയ്ത് നല്ല ക്ഷമ പഠിച്ചു. അതാണ് ഏറ്റവും വലിയത് പറയാനുള്ളത്. എല്ലാവരും കംഫർട്ട് ആയിരുന്നു. പ്രശാന്ത് ചേട്ടനാണെങ്കിലും ഓവറോൾ നല്ല കരുതലായിരുന്നു. നല്ലൊരു ലൊക്കേഷൻ ആയിരുന്നു എല്ലാവരും. പിന്നെ സുനിൽ സുഗത, അയ്യപ്പനും കോശിയിൽ ചെയ്തിട്ടുള്ള മറ്റേ ഇവര് കോട്ടയം രമേശ് സാർ ഉണ്ടായിരുന്നു. അപ്പൊ അവരായിട്ടൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നു? സുനിൽ സുഗത സാറുമായിട്ട് കോമ്പിനേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റേ കോട്ടയം രമേശ് സാറായിട്ടില്ല, പക്ഷെ ഞങ്ങൾ ലൊക്കേഷൻ ഒരുമിച്ചുണ്ടായിരുന്നില്ല. ഓക്കെ. അപ്പൊ ശരിക്കും സുനിൽ സുഗത സാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മ ആളുടെ ഫേസ് ആയിട്ട് നമുക്ക് ചിരി വരുന്ന ക്യാരക്ടേഴ്സ് ആണ്. അപ്പൊ അവരായിട്ടൊക്കെ ഉള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? സാറിന് എനിക്ക് നേരത്തെ പരിചയമുണ്ട്. ഞങ്ങൾ ഇതുവരെ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടില്ലായിരുന്നു, ഫസ്റ്റ് ആയിരുന്നു. പിന്നെ നേരത്തെ പരിചയമുള്ളതുകൊണ്ട് ലൊക്കേഷനിൽ അത്ര ഇതായിട്ട് തോന്നിയില്ല, എന്നാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് നിങ്ങൾക്ക് എടുത്ത് പറയുകയാണെങ്കിൽ ഡയറക്ടറെ പറ്റിയിട്ടാണ് കൂടുതൽ ഇത്രയും കംഫർട്ടബിൾ. ഡയറക്ടറെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഈ ഒരു അവസരത്തിൽ? പറയാനാണെ കുറേ ഉണ്ടാകും. നല്ലൊരു മനുഷ്യനാണ്. ഈ പറയുന്ന കരുതല്, എല്ലാവരും തമാശയ്ക്ക് കരുതൽ എന്ന് പറയുന്നുണ്ടെങ്കിലും കരുതലുള്ള മനുഷ്യനാണ്. പേഴ്സണലി നല്ല കരുതലുള്ള മനുഷ്യനാണ്. ഇത്രയും പെൺകുട്ടികളെ ഈ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ വിശ്വാസത്തോടെ വരണമെങ്കിൽ
ഈ പറയുന്ന കരുതൽ എന്ന ഫാക്ടർ ഉള്ളതുകൊണ്ടാണല്ലോ വരുന്നത്. അല്ലെ ചുമ്മാ നമുക്ക് ഏതെങ്കിലും സെറ്റിലേക്ക് എന്നാ വാന്ന് പറഞ്ഞ് ആരെയും വരുമോ? അതെ, ആരും വരത്തില്ല. ഇപ്പൊ സിനിമാ മേഖലയിൽ തന്നെ ഇപ്പൊ പല പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ ഫീമെയിൽ ക്യാരക്ടേഴ്സിനായാലും ഫീമെയിൽസിനൊക്കെ പല പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഒരു പുതുമുഖ താരം വരുമ്പോ തന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോട്ട്സ് വന്നിരുന്നോ, ഇങ്ങനെ സിനിമ ഫീൽഡിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ തോട്ട്സ് ഇല്ല, എനിക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഇല്ലായിരുന്നു. കാരണം എൻ്റെ കൂടെ ഓൾവേസ് ഇപ്പം ഫോട്ടോഷൂട്ടൊക്കെ ആണെങ്കിലും എൻ്റെ കൂടെ ഹസ്ബൻഡ് വരുമായിരുന്നു. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു കൺസേണിന്റെ അവസ്ഥ വന്നിട്ടില്ല. അതുകൊണ്ടല്ലേ നേരത്തെ പറഞ്ഞത് ഹസ്ബൻഡ് നീ ചെയ്യ് ഇതിൽ കിട്ടു എല്ലാ കാര്യത്തിനും സപ്പോർട്ടാണ് ചേട്ടായി. അതന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കാര്യം. ഞാനാണേലും ചേട്ടായി എഴുതുന്ന ആളാണ് അത്യാവശ്യം. അപ്പം ഞാൻ സപ്പോർട്ട് ചെയ്യും. കാരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാനല്ലേ പിന്നെ നമ്മൾ എന്തിനാ ജീവിച്ചിരിക്കുന്നത്, ഹസ്ബൻഡ് വൈഫാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അത്രയും സപ്പോർട്ട് ഉള്ളത് കൊണ്ട് നമുക്ക് അല്ലേ ശരിക്കും പറഞ്ഞ ഫാമിലിയിൽ നിന്ന് ഇത്രയും സപ്പോർട്ട്. ഇപ്പൊ ഇത്രയും ഇഷ്യൂ ഉണ്ട്, പലരും പറയും സിനിമ വരരുത് അങ്ങനെയാണ് ഇങ്ങനെയാണ് പലരും പറയാറുണ്ട്. മോളാണേലും അതെ, 5 വയസ്സുള്ള കുട്ടിയാണേലും അവള് 2 വയസ്സുള്ളപ്പോൾ മുതലാണ് ഞാനത് തുടങ്ങുന്നത്, 1.5-2 വയസ്സ്. പക്ഷേ കൊച്ചിനറിയാം അമ്മ ഷൂട്ടിന് പോവാണ്. അവൾ ആ സെറ്റിൽ വന്നിട്ട് അവൾ അടങ്ങി അങ്ങനെ ഇരുന്നു, ഒരു കുഴപ്പമില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ജോമി സാറിന്റെ ഒരു കെയറിങ്ങും കരുതലും കൂടി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ. അതും കൂടി ഇതിന്റെ ഒരു ഫാക്ടർ തന്നെയാണ് ശരിക്കും രണ്ടുപേർക്കും പറഞ്ഞു. അപ്പോൾ രണ്ടുപേരും ഈ സിനിമയിൽ ഇപ്പൊ കരുതൽ ഇപ്പൊ ഇറങ്ങാൻ പോവാണ്, ഇപ്പൊ അടുത്ത് ഇറങ്ങുന്നു ഡയറക്ടർ പറഞ്ഞിരുന്നു. അപ്പോൾ കരുതൽ വലിയൊരു വിജയമായി തീരട്ടെ, നിങ്ങളെല്ലാവർക്കും നല്ല തീർച്ചയായും ആവും എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. കാരണം ഇതിന്റെ ത്രെഡ് ഏകദേശം എല്ലാവർക്കും തന്നെ ഇപ്പൊ മനസ്സിലായി കാണുമായിരിക്കും. അത്രയും നല്ലൊരു മൂവിയാണ്. അതെ, അപ്പോൾ നിങ്ങൾക്ക് ഇനിയും നല്ല സിനിമകൾ വരട്ടെ എല്ലാവർക്കും. ഇപ്പോൾ ചേട്ടനായാലും അല്ലെങ്കിൽ നല്ല മുഖ്യധാര സിനിമകളിലൊക്കെ അവസരം ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ ഈ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകൾ തരുന്നു. താങ്ക് യു. താങ്ക് യു.